നിലവിൽ ഇൻഡെക്സിൽ ഫോം ചെയ്തിരിക്കുന്ന പ്രൈസ് ആക്ഷനും ലഭ്യമായ ഡേറ്റ ഫോർമേഷനുകളും പരിശോധിച്ചാൽ വരുന്ന ആഴ്ച, അതായത് ഏപ്രിൽ മാസത്തെ അവസാന ആഴ്ച മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് ഇൻഡെക്സ് 375 പോയിന്റ് ഇടിഞ്ഞെങ്കിലും വെള്ളിയാഴ്ച മാർക്കറ്റിൽ ശക്തമായ റിക്കവറി കാണാൻ സാധിച്ചു. ലോവർ സൈഡിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തു. അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതായിട്ടും കാണാൻ സാധിക്കും. കൂടാതെ നിഫ്റ്റിയുടെ 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 22,067 മുകളിൽ മാർക്കറ്റ് 22,147 എന്ന ലെവലിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന ആഴ്ച മാർക്കറ്റ് റിക്കവർ ആകാനുള്ള അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് വരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ വിക്സ് 11.5 നിന്നും 13.46 ഉയർന്നിരുന്നു. എന്നാൽ അടുത്ത ആഴ്ച ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുകയാണെങ്കിൽ അത് ബൈയിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്ത് ഷോർട്ട് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നു. ഇതും മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് വരാനുള്ള സാധ്യതകളെ ഉയർത്തുന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന് 21,800 എന്ന ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചു. അവിടെ നിന്നും 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 22,067 മുകളിൽ 22,147 എന്ന ലെവലിലാണ് ഇൻഡെക്സ് ക്ലോസിംഗ് നൽകിയത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. 2024 2 പ്രാവശ്യം മാർക്കറ്റ് 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുകയും അവിടെ നിന്നും ഹയർ ലെവലിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇപ്രാവശ്യവും 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങും എന്നാണ് പൊതുവെ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇവിടെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ബുള്ളിഷ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,300 എന്ന ലെവൽ. 22,300 എന്ന ലെവലിനെ ഡിസിസീവ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് 22,500 എന്ന ലെവലിലേക്ക് ഉയർന്നേക്കാം. 22,000, 21,900 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന 2 പ്രധാന സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് JSW എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ JSW 0.3% ഉയർന്ന് 630-അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 1,00,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 63.07, ഡിവിഡൻഡ് yield 0.32%, 52 വീക്ക് ഹൈ 638, 52 വീക്ക് ലോ 240. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് JSW എനർജി 25% റിട്ടേണും ഒരു വർഷം കൊണ്ട് 53% റിട്ടേണുമാണ് നൽകിയത്. 2024 വർഷത്തിൽ മാത്രം 53% റിട്ടേണുമാണ് നൽകിയത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് JSW എനർജി 140%-ലധികം റിട്ടേൺ നൽകി. റിന്യൂവബിൾ എനർജി സെക്ടറിലേക്കുള്ള കമ്പനിയുടെ എക്സ്പോസർ വർദ്ധിക്കുന്നതനുസരിച്ച് വളരെ മികച്ച ഒരു പ്രൈസ് ആക്ഷൻ JSW എനർജി എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. JSW എനർജിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് NTPCയുടെ സൈഡിൽ നിന്നും JSW എനർജിക്ക് 700 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ലഭിച്ചു എന്നുള്ള വാർത്ത. JSW എനർജിയുടെ സബ്സിഡറി കമ്പനിയായ JSW നിയോ എനർജി എന്ന കമ്പനിക്കാണ് NTPCയിൽ നിന്നും 700 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. JSW എനർജിയുടെ ടോട്ടൽ പവർ ജനറേഷൻ കപ്പാസിറ്റി 13.3 ജിഗാവാട്ടായിട്ടാണ് വിലയിരുത്തുന്നത്. ഇതിൽ 3.1 ജിഗാവാട്ട് സോളാർ പവറാണ് കമ്പനിക്കുള്ളത്. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ കറണ്ട് ഇൻസ്റ്റാൾഡ് പവർ ജനറേഷൻ കപ്പാസിറ്റി 7.2 ജിഗാവാട്ടാണ്. ഇത് 2024 വർഷത്തിൽ 9.8 ജിഗാവാട്ടായി ഉയരുമെന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. കമ്പനിക്ക് ലോങ് ടൈമിൽ മികച്ച ടാർഗറ്റുകളാണുള്ളത്. 2030 എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി ഏകദേശം 20 എനർജി ജനറേഷൻ കപ്പാസിറ്റി 20 ജിഗാവാട്ടായി ഉയർത്താനും എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി 40 ജിഗാവാട്ട് അവറായി ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നു. 2050 കാർബൺ ന്യൂട്രാലിറ്റിയും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. JSW എനർജിയെ സംബന്ധിച്ചിടത്തോളം 625 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. ഈ പോസിറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 650, 670 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 600 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. റീസെൻ്റ്ലി സ്റ്റോക്കിൽ 525 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 630 വരെ ഉയർന്നിരുന്നു. ഇവിടെ നിന്നും നെക്സ്റ്റ് ലെവൽ ഓഫ് ബ്രേക്കൗട്ടിനോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ ആയിരിക്കും സ്റ്റോക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ബ്രേക്കൗട്ടിനോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കോ ആയിരിക്കും സ്റ്റോക്ക് നീങ്ങാൻ സാധ്യത. രണ്ടാമത്തെ അപ്ഡേറ്റ് IRCTCയുമായി ബന്ധപ്പെട്ടതാണ്.
കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ IRCTC 993 രൂപയ്ക്ക് അടുത്തൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകി. 79,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 71.91, ഡിവിഡൻഡ് ഈൽഡ് 0.57%, 52 വീക്കായി 1068, 52 വീക്കിലോ 594. IRCTCയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, റെയിൽ മിനിസ്ട്രി ഈ സമ്മർ സീസണിലെ ട്രാവൽ റഷ് കണക്കിലെടുത്ത് 9,011 ട്രെയിൻ ട്രിപ്പുകൾ ഈ സമ്മർ സീസണിൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റാണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 ജൂൺ 2023 സമ്മർ സീസണിൽ 6,369 ട്രെയിൻ ട്രിപ്പുകളായിരുന്നു റെയിൽവേ മിനിസ്ട്രി നടത്തിയത്. ഇപ്പോൾ അത് 43% ഉയർത്തി 9,111 ട്രെയിൻ ട്രിപ്പുകളാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച PSU സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് IRCTC. ഇവിടെ മീഡിയ റിപ്പോർട്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഹെൽപ്പ് ലൈൻ സർവീസ്, കൂടാതെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കുന്ന ഡൈനാമിക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നിവ വഴിയാണ് ട്രാവൽ റഷിനെക്കുറിച്ചും അതുപോലെ തന്നെ ട്രെയിൻ ട്രിപ്പ് വർദ്ധിപ്പിക്കേണ്ടതിനെക്കുറിച്ചും റെയിൽവേ മിനിസ്ട്രി അറിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മിനിസ്ട്രി ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ട്രെയിൻ ട്രാവലേഴ്സിന് നൽകുന്ന ബേസിക് അമ്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും റെയിൽ മിനിസ്ട്രി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വരുന്ന ട്രേഡിംഗ് സെഷനിൽ IRCTC എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. കൂടാതെ IRCTCയുടെ ക്വാർട്ടർലി റിസൾട്ടിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രഭുദാസ് ലീലാധറിൻ്റെ ക്വാർട്ടർലി പ്രിവ്യൂവിൽ പറയുന്നു. IRCTCയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 21.2% വർദ്ധിച്ച് 306 കോടിയായി മാറാനും, നെറ്റ് സെയിൽസ് 17.2% വർദ്ധിച്ച് 1,130 കോടിയായി മാറാനും, കമ്പനിയുടെ EBITDA 17.2% വർദ്ധിച്ച് 386 കോടിയായി മാറാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബോട്ടം ലെവലിൽ നിന്നും മികച്ച ബൈയിങ്ങും IRCTC എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. 992 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 950 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 1025, 1050 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്